ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, ദയവേത് 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ ഈ ട്രേഡിംഗ് രംഗത്തേക്ക് ഇറങ്ങുക. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ട്രേഡിംഗ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുക. തിരിച്ചറിവാകുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ നോക്കുക. അതുവരെ പഠിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കൂടെ ലെഫ്റ്റ് ലെഗ്, അതായത് ലെഫ്റ്റ് ലെഗ് നോക്കി നമുക്ക് എങ്ങനെ റൈറ്റ് ലെഗിൽ ട്രേഡ് ചെയ്യാം. ലെഫ്റ്റ് ലെഗിൽ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൗസ് ഇരിക്കുന്ന ഏരിയ ഫുള്ള് ലെഫ്റ്റ് ലെഗാണ്. ഓക്കെ, ഈ ലെഫ്റ്റ് ലെഗിലെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റ് ലെഗിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് നിസ്സാരമായ കാര്യങ്ങളൊന്നുമല്ല. ആക്ച്വലി ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചായിരുന്നു. വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അതിനകത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുന്ന ടൈമിലായിരിക്കണം. അത് അപ്പ് ട്രെൻഡ് ആകട്ടെ, ഡൗൺ ട്രെൻഡ് ആകട്ടെ, ഒരു സൈഡ് വേസ് ട്രെൻഡ് കൂടെ ആകട്ടെ. ഓക്കെ, ആ ഒരു 3 രീതിയിലിരിക്കുന്ന മാർക്കറ്റിനകത്ത് ലെഫ്റ്റ് ലെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ നമ്മൾ ഒരു അപ്പ് ഡയറക്ഷനിലാണ് ശ്രദ്ധിക്കാൻ വരച്ച് കാണിച്ചില്ല. ഇതിപ്പോൾ ഒരു അപ്പ് ഡയറക്ഷനിലേക്ക് ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ടൈമാണ് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇങ്ങനെ അപ്പിലേക്ക് പോവുകയാണ്. 3 ക്യാൻഡലിന് മുകളിലോട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മൊമെൻറ്റോ എന്ന് പറയും. ഓക്കെ, അത് ഫോറക്സിലും മറ്റേതിലൊക്കെ പല രീതിയിലാണ് പല ആൾക്കാർ പറയുന്നത്. ഓക്കെ, എന്നാലും ഞാനിപ്പോൾ ഇത് പറയുന്നതിന് 3 ക്യാൻഡലിന് മുകളിലോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബൈനറിക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ 3 ക്യാൻഡലിന് മുകളിലോട്ടുള്ളത് നമ്മളതിനെ മൊമെൻറ്റോ എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് ഇങ്ങനെ റൺ ചെയ്യുന്ന ടൈമിൽ ഇതിപ്പോൾ അപ്പ് ഡയറക്ഷനിലേക്കായിരിക്കും മാർക്കറ്റ് റൺ ചെയ്യുക. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 1, 2, 3, 4, 5, 6, അപ്പം ഈ 6 ക്യാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ക്യാൻഡിലിനകത്ത് 6 ക്യാൻഡിലിനകത്ത് 3 ക്യാൻഡിൽ 3 രീതിയിലും 3 ക്യാൻഡിൽ 3 രീതിയിലായിരിക്കും. ഇത് 3 അതായത് ബിഗ്, മീഡിയം, സ്മോള്, സ്മോള്, മീഡിയം, ബിഗ്, അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം, സ്മോൾ, ബിഗ്, ആ ഒരു റേഞ്ചിലായിരിക്കും ക്യാൻഡിൽസ് ഫോം ആവുക. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ സെൻറ്റർ ബേസ് ആണ് നമ്മളുടെ ഒരു മെയിൻ ഏരിയ. ഇതിനെ നമ്മൾ പറയുന്നത് സെൻട്രൽ ലൈൻ എന്ന് പറയും. ഓക്കെ, എന്ത് പറയും, നമ്മളിതിനെ സെൻട്രൽ ലൈൻ എന്ന് പറയും. ഞാൻ അതിനെ ബ്ലാക്ക് കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ സെൻറ്റർ ലൈൻ, ഇതിപ്പോൾ ഞാൻ വരച്ചേക്കുന്ന കുറച്ച് സെൻറ്റർ ആയിട്ടില്ല, എന്നാലും ഞാനത് മാറ്റാം. ഞാൻ കുറച്ചും കൂടെ സെൻറ്ററിലേക്ക് ആക്കാം. ക്യാൻഡിൽസിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സെൻറ്ററിലേക്ക് കുറവാണ്, എന്നാലും ഞാനത് കുറച്ച് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ. നമ്മളുടെ ഈ സെൻട്രൽ ലൈനിൽ നിന്നും മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത്, ഈ റിജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാരണങ്ങളാണ്. അതിപ്പോൾ നമ്മൾക്ക് എല്ലാം കൂടെ വിശദീകരിച്ച് തരാൻ പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മളുടെ ക്യാൻഡിൽസ് ഇങ്ങനെ ആയിരിക്കും ഫോം ആവുക. അതായത് നോർമലി ഉള്ള ക്യാൻഡിൽസ് ഇങ്ങനെ ആയിരിക്കും ഫോം ആവുക. ഇപ്പം ഇങ്ങനെ ഫോം ആകുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് ഒരു പ്രഷർ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിക്കൊക്കെ ഉണ്ടാവും. ഈ ഒരു വിക്കൊക്കെ ക്യാൻഡിൽസിനകത്ത് ഉണ്ടാകുന്നത് സ്വാഭാവികം. ഇപ്പോഴത്തെ മാർക്കറ്റിനകത്ത് എല്ലാ മാർക്കറ്റിനകത്തും വിക്ക് കമ്പൽസറി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ മാർക്കറ്റിനകത്ത് ഉണ്ടാകുന്നതും. ഇതിങ്ങനെ ഫോം ആവുന്നു. ഇങ്ങനെ മാർക്കറ്റ് ക്യാൻഡിൽസ് ഇങ്ങനെ ഓരോ ക്യാൻഡിൽസ് ഇങ്ങനെ ഫോം ആവും. ഓക്കെ, ക്യാൻഡിൽസ് ഫോം ആയി. നമ്മുടെ ഈ സെൻട്രൽ ലൈനിൽ ഈ ക്യാൻഡിൽ കുറച്ചുകൂടെ ചെറുതായി, ഞാൻ കുറച്ചുകൂടെ വലുതാക്കാം. നമ്മളുടെ ഈ സെൻട്രൽ ലൈനിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാണ്, നമ്മളുടെ ഈ സെൻട്രൽ ലൈനിൽ, ഈ ഒരു സെൻട്രൽ ലൈനിൽ മാർക്കറ്റ് എത്തിയൊക്കെയാണ്. ഈ സെൻട്രൽ ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും റൺ ചെയ്യുന്നത്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. സെൻട്രൽ ലൈനിൽ ഉണ്ടാകുന്ന മാർക്കറ്റ് ഈ ഒരു കണ്ടീഷനിലായിരിക്കും മാർക്കറ്റ് ക്യാൻഡിൽസ് ഫോം ആകുന്നതും. ഇങ്ങനെ ഫോമായി തിരിച്ച് മാർക്കറ്റ് വീണ്ടും റൺ ചെയ്ത് അവിടെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് സൃഷ്ടിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാർക്കറ്റ് ഫോം ആയിട്ട് ഇതേ കണക്ക് വന്നതിന് ശേഷം ഒരു വിക്ക്, അവിടെ ഒരു വിക്ക് ഫോം ആകും. അതായത് വിക്ക് ഫോം ആയത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ട്രേഡിങ്ങിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, അതായത് ക്യാൻഡിൽ ആദ്യം നമ്മളുടെ ഡൗണിലേക്ക് ഫോമായി, അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ലിക്വിഡിറ്റി ഏരിയ കാണിക്കുന്നതാണ്. ലിക്വിഡിറ്റി ഏരിയ, അതായത് ലിക്വിഡിറ്റി ഇല്ല, ബട്ട് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ആ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നതിനാണ് നമ്മൾ വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഫോം ആയിരിക്കുന്ന ക്യാൻഡിലിനെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ പറയത്തില്ലേ, ഹാമർ എന്ന് പറയും, ഇൻവെർട്ടർ ഹാമർ എന്ന് പറയും, ഡോജി എന്ന് പറയും. ഒന്നും അല്ലാത്ത രീതിയിൽ ഫോം ആകുന്ന ക്യാൻഡിൽസ് ആണ് ഡോജി എന്ന് പറയുന്നത്. ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഫോം ആവുന്നത്. അപ്പം ഇവിടെ എന്തായി, ഈ ഫോമിന് ശേഷം, ഇങ്ങനെ ഫോം ആയതിനു ശേഷം
നെക്സ്റ്റ് സംഭവിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവും. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയാൽ അവിടെ ഒരു സപ്പോർട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകും. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് പറയാ, നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും. അതായത് ഇവിടെ ക്ലോസിങ് ആയി വീണ്ടും ഇവിടെ ഓപ്പൺ ആയി ഇങ്ങനെ ഉണ്ടാകാം. ഓക്കെ, 80% ഇങ്ങനെ ഉണ്ടാകാം. 80% ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു സപ്പോർട്ട്, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് അതൊരു സപ്പോർട്ട് ലെവലാണ്. അതിനെ നമ്മൾ എന്ത് പറയും, സിം ലോ എന്ന് പറയും. ഈ ഒരു സിം ലോയിലേക്ക് മാർക്കറ്റ് 80 to 90% ക്യാൻഡിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഈ ക്യാൻഡിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട് 80 to 90%. ഇങ്ങനെ ഫോം ആയതിനു ശേഷം വീണ്ടും അപ്പോഴത്തേക്കും എന്താ, ഈ മാർക്കറ്റിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ആക്ച്വലി ഞാനത് വേണമെന്ന് നിങ്ങൾക്ക് വരച്ച് കാണിച്ചുതരാം. ഞാനത് വേറെ കളറിലേക്ക് വരച്ച് കാണിച്ചുതരാം. ഇതൊരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ ആയിരിക്കും. ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് വലിയ ക്യാൻഡിലിന്റെ ഉള്ളിലേക്ക് വരുന്ന ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിന് സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇതിനൊരു ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇതിന് താഴെ ഒരു സിം ലോ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തേക്കുന്നത്. ഈ ഏരിയയിൽ ഇതിന്റെ നേരത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രോക്സിമൽ ലൈൻ, ഡിസ്റ്റൽ ലൈന്, ഓർഡർ ബ്ലോക്ക്. ഈ സെന്ററിൽ കാണുന്ന ലൈനാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക്. ഇത് വന്നിട്ട് നമ്മളുടെ എന്താ പറയാ, ഇത് വന്നിട്ട് നമുക്ക് പ്രോക്സിമൽ ലൈൻ എന്ന് പറയാം. നമുക്ക് ഇതിനെ വന്നിട്ട് ഡിസ്റ്റൽ ലൈൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ ഫോം ആയതിനു ശേഷം വീണ്ടും ഇവിടെ ഫോം ആകുന്ന ക്യാൻഡിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആവും. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ശ്രദ്ധിച്ച് കാണുന്നവർക്ക് മാത്രം കാര്യങ്ങൾ മനസ്സിലാകും. അത് 1-2 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. അതായത് ഇത് ഇവിടെ ഒരു സിം ലോ ക്രിയേറ്റ് ചെയ്ത പോലെ മാർക്കറ്റ് ഇവിടെ എന്തായി, ഒരു സിം ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു സിം ലോ മാർക്കറ്റ് ക്യാൻഡിൽ ഫോമായി. അതേപോലെ തന്നെ ഇവിടെ ഒരു സിം ഹൈ ഫോമായി. ഈ സിം ഹൈയും സിം ലോയും ഫോം ആകുമ്പോഴത്തേക്കും മാർക്കറ്റിനകത്ത് ബയേഴ്സിൻ്റെതും സെല്ലേഴ്സിൻ്റെതും ബലം, പവർ, അവരുടെ പവർ സെയിം ആവും. അതായത് ബയേഴ്സിൻ്റെതും സെല്ലേഴ്സിൻ്റെയും പവർ സെയിം ആവും. സെയിം ആവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെ പറയാൻ പറ്റുന്ന ഒരു വാക്കും കൊണ്ട് കൺസോൾട്ടേഷൻ ഏരിയ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. റെഡ് ഗ്രീൻ. നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ആർക്കാണ് പ്രഷർ കൂടുതൽ? നമുക്ക് ജസ്റ്റ് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് നമ്മളുടെ സെയിം ഏരിയ. നമ്മളുടെ സെയിം ഏരിയ ഏതാണ്? നമ്മളുടെ ഈ ഏരിയയിലാണ് നമ്മളുടെ സെയിം ഏരിയ. ഈ ഏരിയയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആർക്കാണ് പ്രഷർ കൂടുതൽ, ആർക്കാണ് ലിക്വിഡിറ്റി കൂടുതൽ? ലിക്വിഡിറ്റി കൂടുതൽ സെല്ലേഴ്സിനാണ്. സെല്ലേഴ്സിനാകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പവർ കൂടുതൽ സെല്ലേഴ്സിന് തന്നെ ആയിരിക്കും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. എവിടെ? നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും ഏരിയ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബേസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ആയിരിക്കും. ലെഫ്റ്റ് ലെഗിൽ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന ഇങ്ങനെ ആയിരിക്കും ക്യാൻഡിൽസ്. അതായത് ഇവിടെ മാർക്കറ്റ് അപ്പിലേക്കായിരിക്കും ഇങ്ങനെ ഫോം ആവുന്നത്. അപ്പോൾ അവിടെ റീട്രേസ്മെന്റ് ക്യാൻഡിൽ ഉണ്ടായി. അതായത് ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് ഫോം ആയിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കും മാർക്കറ്റ് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം വീണ്ടും ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയെന്ന് കരുതുക നമ്മൾ. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയെന്ന് കരുതുക. ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഫോം ആയി നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾക്ക് മെയിൻ വേണ്ട നമ്മളുടെ ഏരിയ എന്ന് വെച്ചാൽ നമ്മളുടെ സെൻട്രൽ ലൈനാണ്. നമ്മളുടെ മൊമെന്റത്തിന്റെ സെൻട്രൽ ലൈൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ മൊമെന്റത്തിന്റെ സെൻട്രൽ ലൈൻ എടുത്തതിന് ശേഷം
ആ ഡൗൺ ഡയറക്ഷനിൽ 3 ക്യാൻഡിൽസ് ഫോം ആവും. നമ്മളുടെ സെൻട്രൽ ലൈൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ ഒരു ലോങ് റിജക്ഷൻ, അതായത് ഒരു സിം ഹൈ ലോ, അവിടെ ഒരു സിം ലോ ക്രിയേറ്റ് ആവും. സിം ലോ ക്രിയേറ്റ് ഫോം ആയതിനു ശേഷം വീണ്ടും അവിടെ ഒരു റീട്രേസ്മെന്റ് ക്യാൻഡിൽ ഫോം ആയിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ സെല്ലേഴ്സിന് തന്നെ പവർ ഉണ്ട്. സെല്ലേഴ്സിന്റെ പവർ എന്ന് വെച്ചാൽ ഇത്രയും ഹൈയിൽ കയറിയിട്ട് പെട്ടെന്ന് ഫോം ആയിട്ട് വരുന്ന സെല്ലറിന്റെ പ്രഷർ ഹൈ പ്രഷർ ആയിരിക്കും. സോ ആ ഹൈ പ്രഷറിൽ മാർക്കറ്റ് വീണ്ടും ഫോം ആയി നമ്മളുടെ സെൻട്രൽ ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം ഒരു സിം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ സിം ഹൈ. ഈ സിം ഹൈ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഡിസ്റ്റൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് നോക്കുമ്പോഴത്തേക്കും ഇതിന് കുറച്ച് അകൽച്ചയുണ്ട്, എന്നാൽ ഇത് കുറച്ച് അടുത്ത് വേണം. നമ്മളുടെ വിക്ക് എപ്പോഴും ശ്രദ്ധിക്കുക. അതൊരു മെയിൻ ഘടകം തന്നെയാണ്. അപ്പൊ ആ കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുക? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗണിലേക്ക് ആയിരിക്കും എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് 80 to 90% റൺ ചെയ്തേ പറ്റൂ. മാർക്കറ്റ് വന്നേ പറ്റൂ. പക്ഷെ ഇവിടെ നമ്മുടെ എന്താ പറയാ, OTC മാർക്കറ്റിനകത്ത് എങ്ങനെ സംഭവിക്കുന്നറിയോ? നമ്മൾ OTC മാർക്കറ്റിനകത്ത് ക്ലോസിംഗ് ഇവിടെ ആണ്, അതായത് നമ്മുടെ ഈ ഏരിയയിലാണ് ക്ലോസിംഗ്. ഈ ഏരിയ ക്ലോസിംഗ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെ ഫോം ആവുമെന്നറിയോ? നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവും. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഫോം ആവും. അപ്പോഴത്തേക്കും ഏകദേശം നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്ക്, അതായത് സിം ഹൈയുടെ ഓർഡർ ബ്ലോക്ക് ടാർജറ്റ് എത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്യാപ്പ് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ ഈ ക്യാൻഡിലിൻ്റെതും നമ്മളുടെ പ്രീവിയസ് ലെഗ്, അതാണ് നമ്മളുടെ മെയിൻ പ്രീവിയസ് ലെഗ്. അതായത് ഈ ഓർഡർ ബ്ലോക്കിന്റെ ബോട്ടവും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഈ ക്യാൻഡിലിന്റെ ഗ്യാപ്പും ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ഗ്യാപ്പും നമ്മുടെ ഓർഡർ ബ്ലോക്കിന്റെ ഡൗൺ സൈഡിലത്തെ ഗ്യാപ്പും, അത് രണ്ടും വെരി കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ. ഈ ഏരിയയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രീൻ ക്യാൻഡിലിന്റെ ടെയിൽ എപ്പോഴും മുകൾ വശവും റെഡ് ക്യാൻഡിലിന്റെ ടെയിൽ എപ്പോഴും ഡൗൺ സൈഡിലും ആയിരിക്കും. അതായത് ഇത് കണ്ടോ, നമ്മളുടെ ഈ ക്യാൻഡിലിന്റെ ടെയിൽ കറക്റ്റ് ആണ്. അതായത് റെഡ് ക്യാൻഡിലിന്റെ അടിവശത്തായിരിക്കും അതിന്റെ ടെയിലല്ല, ഹെഡ് പറയാൻ പറ്റിപ്പോയി, ക്ഷമിക്കണം. ഹെഡ് വന്നിട്ട് റെഡ് ക്യാൻഡിലിന്റെ ഹെഡ് വന്നിട്ട് ഡൗൺ സൈഡിലും ഗ്രീൻ ക്യാൻഡിലിന്റെ ഹെഡ് വന്നിട്ട് അപ്പ് സൈഡിലും ആയിരിക്കും, മുകൾ വശത്തും ആയിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇട്ടേക്കുന്ന ഒരു ക്യാൻഡിൽ, ഇവിടെ ചിലപ്പം ക്യാൻഡിലിന് വിക്ക് ഉണ്ടാകാം, ചില ക്യാൻഡിൽസിന് വിക്ക് ഉണ്ടായില്ല എന്ന് വരാം. ചിലപ്പോൾ ഇവിടെ വിക്ക് ഉണ്ടാവും, റിജക്ട് ചെയ്തേക്കുന്ന ഒരു വിക്ക് ഉണ്ടാവും. അപ്പം ഈ വിക്കിൽ നിന്നും മാർക്കറ്റ് റിജക്ട് ചെയ്തു. എവിടെ? ഈ വിക്കിൽ നിന്നും മാർക്കറ്റ് റിജക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഏരിയ ഇവിടെ രണ്ടിന്റെ ഇടയ്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനകത്ത് മാർക്കറ്റ്, നിങ്ങൾ വിചാരിക്കും മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഏരിയ ആണല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാവരും, അതായത് ഒരു 80 to 90% ആൾക്കാർ ചിന്തിക്കുന്ന ഓക്കെ ഇവിടെ നെക്സ്റ്റ് ലെവലുണ്ട്, ഇതാണ് ഓർഡർ ബ്ലോക്കിന്റെ ബേസിക്കും കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ ഇത് ഏകദേശം മനസ്സിലാവുന്നതായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ്, ഈ ഒരു ഏരിയയിലാകുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇവിടെ സ്റ്റേബിൾ ആയിരിക്കും. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരിക്കലും സ്റ്റേബിൾ ആകത്തില്ല. കാരണം ഇതെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ടാർഗറ്റ് ആണ്. പക്ഷെ ഇതൊരിക്കലും മാർക്കറ്റിന്റെ ടാർഗറ്റ് അല്ല, ഇതൊരിക്കലും ടാർഗറ്റ് ഏരിയ അല്ല. പക്ഷെ ഇത് മാർക്കറ്റിന്റെ ടാർഗറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ്, ഞാൻ പറഞ്ഞ ഈ ഒരു ഗ്യാപ്പ്, അതായത് നമ്മളുടെ ഡൗൺ സൈഡിലെ, അതായത് നമ്മളുടെ ഓർഡർ ബ്ലോക്കിന്റെ ഡിസ്റ്റൽ ലൈനും നമ്മളുടെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് വെച്ചാൽ ഈ
ഇതാണ് ക്യാൻഡിലിന്റെ ക്ലോസിങ്. ഇത് വന്നിട്ട് നമ്മുടെ ഡിജിറ്റൽ ലൈൻ. ആ രണ്ട് ഏരിയയും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് വീണ്ടും ഒരു ക്യാൻഡിലും കൂടെ ഫോം ആവും. ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആവും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഒന്നുമല്ല, ഞാനൊരു പാറ്റേണിന്റെ ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇങ്ങനെ വരുന്ന സ്ഥലത്ത് 2 റെഡ് 2 ഗ്രീൻ ഒരു പാറ്റേൺ നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞു തരുന്ന ഏരിയക്ക് നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചാർട്ടൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, നമുക്കതിന് നമുക്കൊരു ടൂൾ എടുക്കാം. ടൂൾ എന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ് റേഞ്ച് തന്നെ എടുക്കാം. ഞാൻ കുറച്ച് പിറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഞാൻ മെൻഷൻ ചെയ്യും. ഞാൻ ഈ ഒരു ചാർട്ടിൽ ഇത്ര ഏരിയ മാത്രമേ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത് കാണിക്കുന്നുള്ളൂ. അതായത് നോക്കട്ടെ, ഈ ഒരു ഏരിയ നോക്കട്ടെ. സി ഇതാണ്ട് ഈ ഏരിയ നോക്കിയാൽ കണ്ട സെൻട്രൽ ലൈൻ. ഏതാണ് സെൻട്രൽ ലൈൻ? നമുക്ക് ഹോറിസോണ്ടൽ ലൈൻ എടുക്കാം. ഇതാണ് സെൻട്രൽ ലൈൻ. ഇതാണ് സെൻട്രൽ ലൈൻ. ഓക്കെ, ഇതാണ് സെൻട്രൽ ലൈൻ. ഇവിടെയാണ് ഈ മാർക്കറ്റ് റൺ ചെയ്ത് മൊമെന്റം ഫോളോ അപ്പ് ചെയ്ത് അവിടുന്ന് റിജക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സെൻട്രൽ ലൈൻ എടുത്ത് മാർക്കറ്റ് റിജക്ട് ചെയ്ത് വീണ്ടും അപ്പിലേക്ക് പോയി. കണ്ടോ, വീണ്ടും റീട്രേസ്മെന്റ് ചെയ്ത് മാർക്കറ്റ് റൺ ചെയ്ത് പോകുന്നുണ്ട്. ടാർഗറ്റ് എപ്പോഴും മാർക്കറ്റിന്റെ ടാർഗറ്റ് ഒരു ഇതാണ് സംഭവം. എപ്പോഴും നമ്മൾ ഓർഡർ ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്ക് ശരിക്കും വാച്ച് ചെയ്യും. ഓർഡർ ബ്ലോക്ക് എപ്പോഴും നമ്മൾ നോക്കുക. ഓർഡർ ബ്ലോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% വർക്ക് ചെയ്യുന്നതാണ്. അതിപ്പം OTC ആയാലും ലൈവ് മാർക്കറ്റിനകത്തായാലും ഒരു 80-90% വർക്ക് ചെയ്യും. ലൈവ് മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യും. OTCക്കകത്ത് സം ടൈം വർക്ക് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അതായത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിനകത്ത് എന്തെങ്കിലും ക്രാഷ് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും മാനിപ്പുലേഷനും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വേരിയേഷൻസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കിങ് നമ്മളുടെ മെയിൻ അനിവാര്യ ഘടകമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും നമ്മൾ എങ്ങനെയായി ട്രേഡ് എടുക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ ചാർട്ട് ഞാൻ കണ്ടതൊന്നുമല്ല, ഞാനിത് വരച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ചാർട്ട് കിട്ടിയതാണ്. നിങ്ങൾ മുമ്പ് വെച്ച് തന്നെ കിട്ടിയതാണ്, ഞാനായിട്ട് ഉണ്ടാക്കിയ ചാർട്ടൊന്നുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. സെൻട്രൽ ലൈൻ അനിവാര്യ ഘടകമാണ്. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിമർശിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ സെൻട്രൽ ലൈനെ പറ്റി നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ബൈനറിക്കകത്ത് നിങ്ങൾ തന്നെ എനിക്കൊരു മെസ്സേജ് ചെയ്ത് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് നിങ്ങൾ പറയും. അപ്പൊ സെൻട്രൽ ലൈൻ എല്ലാ ചാർട്ടിലും മെയിൻ ഒരു സാധനമാണ്, മെയിൻ ഒരു അഡ്വാൻസ് ലെവൽ സാധനമാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ മെയിൻ സംഭവമാണ്. ഇതിന്റെ സെൻട്രൽ ലൈനാണ്. നോക്കിയോ, മാർക്കറ്റ് ഇവിടെ കളിക്കും. ഈ 80% ഇവിടെ മാർക്കറ്റ് റൺ ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഫില്ലപ്പ് ചെയ്ത മേജർ വേവ് വന്നിട്ട്, ഈ ഒരു വേവ് വന്നിട്ട് അപ്പ് ഡയറക്ഷൻ വേവ് ആണ്. മേജർ വേവ് അപ്പാണ്. മൈനർ വേവ് വന്നിട്ട് മേജർ വേവ് ഫുൾ വേവ് മേജർ വേവ് അപ്പ് ഡയറക്ഷനിലാണ്. മാർക്കറ്റിന്റെ മൊമെന്റം അപ്പിലേക്കാണ്. അതിനകത്ത് റീട്രേസ്മെന്റും കാര്യങ്ങളൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയ അതായത് ഒരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയിൽ സെൻട്രൽ ലൈൻ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ആ ഏരിയയിൽ മാർക്കറ്റ് റൺ ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ഒരു രീതിയിൽ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയാവോ? 2 റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഒരു സപ്പോർട്ടിൽ, അതായത് നമുക്കിപ്പോൾ ഞാൻ ലൈവ് മാർക്കറ്റ് വീണ്ടും കാണിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. നമുക്കത് ഇതിപ്പോൾ ഒരു അപ്പ് ഡയറക്ഷനിലേക്ക് പോകേണ്ട മാർക്കറ്റാണ്. നമുക്ക് നോക്കാം. നമുക്ക് ഇതിനകത്തൊരു ട്രേഡ് നോക്കാം. നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടെ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് പോയി, കണ്ടോ, അത് പോയി. നമ്മുടെ ഒരു അവസരമായിരുന്നു, അത് പോയി. അപ്പ് ഡയറക്ഷനിലേക്ക് പോകേണ്ട ക്യാൻഡിലായിരുന്നു. അപ്പോൾ അവിടെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. NGN. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിൽ. ഓക്കെ, ഇത് ഫോമായി റെഡ് ക്യാൻഡിൽ. ഓക്കെ, ഇത് 2 റെഡ് സപ്പോർട്ട്, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. 1 സെക്കൻഡ്. സി, ഇതൊരു ടാർഗറ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കാണിച്ചു തരാം. മാർക്കറ്റ് ഇത്തിരി വോൾട്ടൈലാണ്, കാരണം 76% ഉള്ളൂ ഇന്റൽ OTCക്ക്. എന്നാലും പക്ഷേ നല്ലൊരു അവസരം ഇതിനകത്ത് വരുന്നുണ്ട് ചാർട്ടിനകത്ത്. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് കുറവാണെങ്കിൽ ഞാൻ നോക്കിയത്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കോ. റെഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ഇത്രയും ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തു.
ഇനിയുള്ള ടാർഗറ്റ് എന്താണ്? ഡൗണിലേക്ക് തന്നെ പോകുന്നുണ്ട് മാർക്കറ്റ്. 2 പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഡൗണിലേക്ക് തന്നെ മാർക്കറ്റ് ഇറങ്ങും. അടുത്ത ടാർഗറ്റ് ഏതാണ്? ഇതാണ് അടുത്ത ടാർഗറ്റ്. ചിലപ്പോൾ ഇവിടെ റേറ്റേഴ്സ്മെന്റ് നടക്കുമായിരിക്കും, പക്ഷേ എന്നാലും മാർക്കറ്റിന്റെ ടാർഗറ്റ് ഇതാണ്. കാരണം ഏറ്റവും ഷോർട്ട് ഏരിയ ഇതാണ്, നമുക്ക് സെൻട്രൽ ലൈനിന്റെ ഷോർട്ട് ഏരിയ ഇതാണ്. പ്രീവിയസ് ലെഗിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ലെഗ് ഇല്ല ഇവിടെ, എന്നാലും നമ്മൾ നോക്കാം, എന്നാലും കുഴപ്പമില്ല. അതായത് നമുക്ക് ഇതിന്റെ സെൻട്രൽ ലൈൻ എടുക്കാം, ഇതിന്റെ സെൻട്രൽ ലൈൻ എടുത്താൽ ഇതിന്റെ സെൻട്രൽ ലൈൻ എടുത്താൽ ഞാൻ സെൻട്രൽ ലൈൻ ബേസ് ആയിരിക്കും. എന്തായാലും ഈ ടാർഗറ്റ് മാർക്കറ്റ് എപ്പോഴും അച്ചീവ് ചെയ്യുന്നുണ്ട്. ഈ ടാർഗറ്റ് ഞാൻ ഈ ചെയ്തേക്കുന്ന ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യും. നമ്മളൊരു പ്രഡിക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, തോൽവിയും ജയമൊക്കെ എല്ലാത്തിനകത്തുണ്ടാവും. നമ്മൾ ലോസ് ആകും, നമ്മൾ വിന്നാകും, പക്ഷേ നമ്മൾ എപ്പോഴും ഒരിക്കലും നമ്മളെവിടെയും തോൽക്കില്ല. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. തോൽവിയും ജയമൊക്കെ എല്ലാ മനുഷ്യനുള്ള കാര്യമാണ്. അതിനകത്ത് ഒരിക്കലും നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യം. തോൽക്കുന്തോറും നമുക്ക് വാശി കൂടും, നമുക്ക് എല്ലാ കാര്യങ്ങളും ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുള്ള നമുക്ക് വാശി കൂടും, നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. മനസ്സിലായി? അപ്പം ഞാനതാ പറഞ്ഞത്, ഒരു സെൻട്രൽ ലൈനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ അതാണ് പിന്നായി കേട്ടോ. 3 നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തു, നമുക്ക് 3 പിന്നായി. ഓക്കെ, നോ പ്രോബ്ലം. ഡൗണിലേക്ക് 3 ട്രേഡ് എടുത്തു. ഇനി ഇവിടെ നിന്ന് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി, ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു സെൻട്രൽ ലൈനും കൂടെ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനൊരു ഇതിൻ്റെ പേര് ഡേറ്റ് റേഞ്ചും കൂടെ എടുക്കാം. ഡേറ്റ് റേഞ്ച് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇതൊരു സെൻട്രൽ ലൈനാണ്. വിക്കും കൂടെ എടുക്കുക, വിക്ക് വെച്ചിട്ട് എടുക്കുക. ഓക്കെ, ഇതെൻ്റെ ഇതൊരു സെൻട്രൽ ലൈൻ, ഇതൊരു ടാർഗറ്റാണ് കണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ലൈൻ എടുക്കുക. കണ്ടോ, ഇതിൻ്റെ സെൻട്രൽ ലൈനാണ് ഇത്. കാരണം ആ ടാർഗറ്റ് കഴിഞ്ഞു മാർക്കറ്റിന്. ഈ ടാർഗറ്റ് കഴിഞ്ഞു, പക്ഷെ ഇവിടെ മാർക്കറ്റ് വീണ്ടും റൺ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഫോമിങ്ങിന് ശേഷം വീണ്ടും ഉണ്ടാവും. നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ പറയുന്നുണ്ട്, ഈ സെൻട്രൽ ലൈനെ അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യും. ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇത്രയും ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് അപ്പിലേക്ക് തന്നെ കൊടുത്ത് നോക്കാം. ഓക്കെ, ഒരു ട്രേഡ് നമുക്ക് നോക്കാം. അല്ല, അതിനകത്ത് വേറെ ഒരു ഈ ഒരു ട്രേഡ് നമുക്ക് മുകളിലോട്ട് തന്നെ നോക്കാം. മീൻസ് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കുക. ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കോപ്പി ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ ഈ ഒരു റേഞ്ചിലാണ്. കാരണം ഞാൻ പറഞ്ഞു വെച്ചാൽ 2 റെഡ് ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവണം. ആ ഒരു രീതിയാണ് ഇതിൻ്റെ. ഇതിപ്പോൾ ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ടാർഗറ്റ് തൊട്ടടുത്ത് വരുന്ന ടാർഗറ്റ് ചെയ്താണ്, പക്ഷേ അവിടെ ചിലപ്പോൾ മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ സൃഷ്ടിക്കാൻ 80% ചാൻസ് ഉണ്ട്. ഞാനത് കാരണം എനിക്ക് അത്രയ്ക്കും അക്യുറേറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ട്രേഡ് എടുത്തത്. ഓക്കെ, അതുകൊണ്ട് ഒറ്റ ട്രേഡിനകത്ത് ഒതുക്കിയാൽ നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ടാർഗറ്റ് ഏറ്റവും അടുത്തിറക്കുന്ന മാർക്കറ്റ് ടാർഗറ്റ് അതാണ്, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് അതിനകത്ത് ഒരു നോക്കാം. ഓക്കെ 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 ഞാൻ എന്തായാലും ഒരു MTG എടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ചാൻസ് പോയി നോക്കട്ടെ. പോട്ടെ വരും മാർക്കറ്റ്. ഇവിടെ ചിലപ്പോൾ ഇറങ്ങും. ഇവിടെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ട്രേഡ് കൂടെ പ്ലേസ് ചെയ്യും. ഓക്കെ, നോക്കട്ടെ, എങ്ങനെയായാലും നോക്കാം. 2 ട്രേഡ് നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം, എന്താ നോക്കാം. ഓക്കെ, പ്ലേസ് ചെയ്യാൻ നമുക്ക് അവസരം തന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ പ്രോഫിറ്റിലാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ട്രേഡ് ലോസ് ആയി. ഓക്കെ, എൻ്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് 2 റെഡ് 2 ഗ്രീൻ ആ ഒരു ടാർഗറ്റ് വരും മാർക്കറ്റിനകത്ത്. 33 സെക്കൻഡായി. അയ്യോ, കിട്ടി ടൈം ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഞാൻ എന്തായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിടത്തിന് എനിക്ക് ടൈം ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് എന്തായാലും പ്ലേസിംഗ് കൊണ്ട് നോക്കാം, എങ്ങനെയാണ് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കിയിട്ടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും വരും, അതായത് വരണം. 80-90% വരേണ്ടതാണ് ക്യാൻഡിൽ. 80 വരണം സംഭവം. 80-90% വരണം, അതാണ് അതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഗ്യാപ് ഡൗൺ. ഓക്കെ, നമ്മൾ പ്രഡിക്ഷൻ അറൗണ്ട് പക്ഷേ ഒരു ക്യാൻഡിലും കൂടെ മിസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. നമ്മളുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ടാർഗറ്റിനകത്ത് എപ്പോഴും എപ്പോഴും ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഓർഡർ ബ്ലോക്ക് വെച്ച് ട്രേഡ് എടുക്കുക. ഈ എന്താ പറയുക, അസറ്റും അത്ര വലിയ ഇതായിട്ടുള്ള അസറ്റില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 2 ട്രേഡ് അതിനകത്ത് നമുക്ക് ലോസ് ആയി. നമ്മൾ പ്രോഫിറ്റ് എടുത്താൽ പ്രോഫിറ്റ് നമുക്ക് ലോസ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ നിങ്ങളുടെ മുമ്പ് വെച്ചിട്ട് ലൈവില് നമ്മൾ പ്രോഫിറ്റ് എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഐഡിയ പൂർവ്വം ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഐഡിയ പൂർവ്വം നിങ്ങൾ യൂസ് ചെയ്യുക. ആ പറഞ്ഞിരുന്ന ഐഡിയകൾ യൂസ് ചെയ്യാൻ നോക്കുക. പറഞ്ഞിരുന്ന ഏതൊക്കെ മേഖലയാണ്, എന്തിനാണ് പറഞ്ഞു തന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരാൾ ഇത് ഫ്രീ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരിക്കലും വിമർശിക്കാൻ നിൽക്കാതിരിക്കുക.
അതിനകത്തുനിന്ന് ഒരു ട്രേഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് 2 പ്ലേസ് ചെയ്യാനകത്ത് കിട്ടിയിട്ടുണ്ടോ, അത് നോ പ്രോബ്ലം. എന്നാലും എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് ഈ ലെവലാണ് മാർക്കറ്റിൻ്റെ ഒരു ടാർഗറ്റ്. ഞാൻ അത് കാരണം ഞാൻ 2 ട്രേഡും കൂടെ ഞാനൊരു $500 ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. ഇതിനകത്ത് തന്നെ ഈ ക്യാൻഡിൽ തന്നെ ഞാൻ 2 കൂടെ എടുക്കും. ഇത് എനിക്കറിയാം ഇത് വിന്നാവുമെന്ന്. വിന്നാവെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. നമുക്ക് നോക്കാം, എവിടെ വെച്ച് കാണുന്നത് നമുക്ക് നോക്കാം. മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ, ആ മാർക്കറ്റിനകത്ത് മാനിപ്പുലേഷൻ ആണോ, ഇപ്പം എന്താണെന്ന് നോക്കാം. നമ്മൾ ട്രേഡിങ് അതായത് വേറെ കാര്യമുണ്ട്. OTC മാർക്കറ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റിനകത്ത് വോളറ്റിലിറ്റി ഉണ്ടാകും. അതൊക്കെ വലിപ്പിക്കും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതാണ്. നമ്മളെ വലിപ്പിച്ചാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. വോൾട്ട് കണ്ട ആ ഒരു നമ്മളെ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്, അതായത് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അവർ ആ വോളറ്റിലിറ്റി കാണിക്കുന്നത്. അത് അവരുടെ ജെനറ്റിക്സ് ആണ്. നമ്മൾ പിന്നായി എനിക്കറിയാം എൻ്റെ ടാർഗറ്റ് ഉണ്ടോ എനിക്ക് ഇനിയൊരു ഗ്യാപ്പ് കിടപ്പുള്ളൂ. ഇനിയും ടാർഗറ്റ് ഉണ്ടോ എനിക്ക് ഉണ്ടാ. നിങ്ങളെ മുമ്പ് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ബൈനറി എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ബൈനറി ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബൈനറി ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനക്കെട്ടി വേണം, പിന്നെ നമുക്ക് ലോസ് ഉണ്ടാവും, നഷ്ടമുണ്ടാകും. അപ്പോൾ ഞാനൊക്കെ നഷ്ടങ്ങളുണ്ടായി, ആ നഷ്ടങ്ങളിൽ നിന്നാണ് ഞാൻ പിടിച്ചു കയറി മുമ്പോട്ട് കയറി വന്നത്. അപ്പം നമുക്ക് നഷ്ടങ്ങളിൽ കൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നോളജുകൾ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠിക്കാൻ നോക്കുക. ഏത് കാര്യമായാലും ഡെമോയ്ക്കകത്താണെങ്കിൽ ആദ്യം തന്നെ ഡെമോയ്ക്കകത്ത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ലൈവപ്പിനകത്ത് $1 $2 കിട്ടും, അല്ലെങ്കിൽ INR-നകത്താണെങ്കിൽ $70 ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ മാർക്കറ്റിനകത്ത് കുറച്ച് വോൾട്ടേലും കാര്യങ്ങൾ കാരണം നമുക്ക് നല്ലൊരു എമൗണ്ട് ലോസ് ആയത് കാരണം 1 വീക്ക് കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ സിഗ്നൽ ഇല്ല. ഇപ്പോൾ നമ്മൾ നാളെ മുതൽ സിഗ്നൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരാഴ്ച നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തു, കുറച്ച് മാർക്കറ്റിനെ പറ്റി വീണ്ടും കുറച്ചും കൂടെ സ്റ്റഡി ചെയ്തു. 10-15 വർഷം കൊണ്ട് സ്റ്റഡി ചെയ്യുന്നതാണ്. വീണ്ടും ഈ ഒരാഴ്ച അതിനുവേണ്ടി വീണ്ടും നീക്കി വെച്ച് വീണ്ടും സ്റ്റഡി ചെയ്തു. എന്താണ് മാർക്കറ്റിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് മാർക്കറ്റിനകത്ത് കളി. ഇത് കണ്ട് ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കും. ഈ ഏരിയ ഉണ്ടോ നമ്മൾ ഈ ഒരു വെച്ചാൽ ഈ ഒരു 2 ക്യാൻഡിലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഒരു ബോർഡർ ബ്ലോക്ക് ഉണ്ട്. ആക്ച്വലി ചെറിയൊരു ബോർഡർ ബ്ലോക്ക് ഉണ്ട് ഇത്. പക്ഷേ ഇത് നമ്മൾ അത്ര നോട്ടം കിട്ടുന്ന ഒരു ഏരിയ ഒന്നും അല്ല. പക്ഷേ എന്നാലും അവിടെ ഒരു നോക്കി ഇതിൻ്റെ പ്രീവിയസ് ലെഗിൽ കുറച്ച് സിക്സാക് പാറ്റേൺസ് ഉണ്ട്. നോക്കിയാണ്ട റെഡ് ഗ്രീൻ കൺസോൾട്ടേഷൻ ജാസ്തി ഉണ്ട്. അതിൻ്റെ ഒരു ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും, അതിൻ്റെ ഒരു പവർ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽ ഉണ്ടായത്. റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്തായിരിക്കും. അത്രയും പ്രഷറിൽ ബയ്യേഴ്സ് വന്നുകൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു ഓപ്പോസിറ്റ് പാർട്ടി വന്നതായിരിക്കും. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. പക്ഷേ ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. കാരണം അതങ്ങനെയാണ്. മാർക്കറ്റിനകത്തെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുക. അപ്പം നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മളുടെ ടെലിഗ്രാമിൻ്റെ പബ്ലിക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വയ്ക്കാം. നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാം. സംശയമുള്ളവർ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോക്കകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ഗ്രീൻ 2 റെഡ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ സപ്പോർട്ട്, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, അതെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റിലോട്ടോ 3 മിനിറ്റിലോട്ടോ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ 2 മിനിറ്റ് 1 മിനിറ്റിലോട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ മനസ്സിലാവും. അവിടുന്ന് ഞാൻ ചാർട്ട് വരച്ച് തന്നാൽ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സെയിം ഐഡിയക്കകത്ത് പല ചാർട്ടും ഇപ്പോൾ ഒരു 10-100 അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിനകത്ത് 10 എപ്പോഴും ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ ഫോം ആകുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായതിനു ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് നോക്കാം എത്ര ഉണ്ട്. നമ്മളുടെ 1629 അപ്ഡേറ്റ് ആയിട്ടില്ല. എത്ര ഉണ്ട്? 4000 ഒക്കെ അടിച്ചാൽ മതിയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളുടെ ചിലപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളത് കൂടും. ഇപ്പോൾ നമ്മുടെ $1629 നമ്മളുടെ ഇന്നത്തെ പ്രോഫിറ്റ്. ഇതുകൊണ്ട് മതി, ഇത്ര മതി. ഓക്കെ, നമ്മൾ ലോസിൽ നിന്നും ഇപ്പോൾ 4000 വരെ എത്തിയാണ്. വീണ്ടും 4000 നിന്ന് ട്രാവൽ ചെയ്ത് ഇപ്പോൾ 10,000 വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും വളരെ നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ കാണുമോ, സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.